ശത്രുവീരണികൾ ശക്തിയും തുണയും വരേണം. സ്തോത്രമുണ്ടായിരേണം സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിയിടേണം. പരിശുദ്ധ എല്ലാം സമർപ്പിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ ജീവിതങ്ങളെ സ്പർശിക്കുന്നതിനു വേണ്ടി എന്നേരവും പ്രതിസന്ധികളിൽ സമാധാനമുണ്ടാകാൻ ആരാധനയും ദിവ്യകാരുണ്യത്തിന്റെ ഉറവയിൽ നിന്നും ഊറ്റിക്കുടിച്ചുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ സ്തുതിയും പുകഴ്ചയും അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിൽ വിശ്വസിക്കുകയും ഹൃദയത്തിൽ ഏറ്റുപറയുകയും ജീവിത കണ്ണുകൾ ആ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വിളിച്ചു പറയുക. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടും. മോശയെ ചേർത്ത് പിടിച്ചതുപോലെ സീനായ് മലമുകളിൽ തണുത്തുറഞ്ഞ രാവുകൾ പ്രാർത്ഥനയുടെ രാവുകളാക്കിയപ്പോൾ മോറിയ മലയുടെ ഉച്ചിയില് മകനെ കൊല്ലുവാൻ കത്തി കയ്യിലെടുത്തപ്പോൾ ഉടക്കിയ ദൈവദൂതന്റെ സാന്നിധ്യം ഈ വിശുദ്ധമായ ബലിപീഠത്തിൽ ദർശിച്ചുകൊണ്ട് ജീവിതം അനുഗ്രഹീതമാക്കാൻ യാക്കോബിന്റെ ജീവിതത്തിന് കുടുംബ പ്രശ്നം മൂലം തകർന്നൊളിച്ചോടിയ യാക്കോബിന്റെ ജീവിതത്തില് ഇറങ്ങി വന്ന തമ്പുരാന്റെ സാന്നിധ്യമാകുന്ന കോവിഡ്പിടിയാണ് ഇന്ന് ദിവ്യകാരുണ്യം. ആരാധനയും എന്റെ ജീവിതത്തെ പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം സമർപ്പിച്ച് നമുക്ക് അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. രക്ഷ നൽകട്ടെ കർത്താവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ജീവിതം സമർപ്പിക്കുന്ന എല്ലാ വിശ്വാസികളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി കൊണ്ട് ആയിരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്ന, ആയിരക്കണക്കിന് മനുഷ്യർക്ക് വിടുതൽ കൊടുത്ത, അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ മനുഷ്യനെ രക്ഷിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ കർത്താവേ നീ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചികമായ സാന്നിധ്യവും ഈ ആരാധനയിലൂടെ പരിപൂർണമായി വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി, കുടുംബപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, കടബാധ്യതകൾ വിട്ടുപോകുന്നതിന് വേണ്ടി, മാരകമായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ, ക്യാൻസറും കിഡ്നി ബാധിതരെയും അകാല മരണം മൂലം വേദനിക്കുന്ന കുടുംബത്തിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം വരികണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി ആ കണ്ണുകളിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ട് കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. യേശുവേ നിന്റെ നാമത്തിൽ
മധ്യത്തില് നിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ എല്ലാ തിന്മയും വിട്ടുപോകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടും, ജീവിക്കുന്നവനായ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടും. കർത്താവേ, എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് കൃപയും സമാധാനവും നൽകട്ടെ. മാനസികമായി തകർന്നവര്, നിരാശയിലായിരിക്കുന്നവര്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവര്, കുടുംബ ബന്ധങ്ങൾ തകർന്നവര്, ഒളിച്ചുപോയവര്, ആത്മഹത്യക്ക് ഒരുങ്ങുന്നവര്, ഒന്ന് ഒളിച്ചു പോകുവാൻ തീരുമാനിക്കുന്നവര്, തെറ്റായ സ്നേഹബന്ധത്തിലായിരിക്കുന്നവര്, പഠിച്ചിട്ടും ജോലിയില്ലാത്തവര്, ഇന്റർവ്യൂവിന് പാസ്സായാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, വീസയ്ക്ക് വേണ്ടി വർഷങ്ങളും മാസങ്ങളും കാത്തിരിക്കുന്നവര്, ഇവരെ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി, പുണ്യാളച്ചന്റെ മാധ്യസ്ഥം വഴി, തൃക്കപ്പറ്റ ദേവാലയത്തിൽ നടക്കുന്ന ഈ നിത്യമായ ആരാധനയുടെ ശക്തി കൊണ്ട് വലിയ വിടുതലിന് വിധേയമാകട്ടെ. അത്ഭുതം നടക്കുന്ന ഈ നീരുറവയിൽ നിന്നും ദൈവമക്കൾ ആവോളം ആസ്വദിച്ചു കുടിക്കട്ടെ. യേശുവേ നന്ദി. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും, പ്രാർത്ഥന ചോദിച്ചവരെ, രാത്രിയും പകലുമില്ലാതെ ആരാധന നടത്തുന്ന ഈ ദൈവിക ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് അഭിഷേകത്തോടെ നമുക്ക് പാടി സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി സ്തുതിച്ച് കൃപയിൽ നിറഞ്ഞു ജീവിക്കാനായിട്ട്. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജീവിക്കുന്നവനായ ഈശോ ലൂക്കാ 1:35 അരുളി ചെയ്യുന്നത് പോലെ അത്യുന്നതന്റെ ശക്തി വരുമ്പോൾ എല്ലാം സാധ്യമായി തീരും. അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ദിവ്യകാരുണ്യത്തിൽ ശക്തിയുണ്ട്. എന്റെ ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. അത് പഠിപ്പിക്കുന്ന വിശുദ്ധമായ കൂദാശയാണ്. മനുഷ്യന്റെ വേദനകൾ ഒപ്പിയെടുക്കാൻ, അവനോടൊപ്പം യാത്ര ചെയ്യാൻ, എമ്മാവോസിലേക്ക് പോയ ശിഷ്യരുടെ മാതൃക കണ്ട് ഇരുളടഞ്ഞ ജീവിതത്തില് കർത്താവ് കുർബാനയായി ഒഴുകാൻ, അവിടുത്തെ അഭിഷേകം കൊണ്ട് നിറയാൻ എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അടഞ്ഞ വാതിലുകൾ പൊളിച്ച് കർത്താവ് ഇറങ്ങി വരും. ലൂക്കാ 17:27, 18:27. അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ ജീവിതം കൊടുത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആലപിക്കാം. അഭിഷേകത്തോടെ കരങ്ങളടിക്കാം. നിങ്ങളെല്ലാവരും കരങ്ങളടിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി എന്റെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഇടപെടാൻ മനസ്സാന്തരങ്ങൾ നൽകട്ടെ. മദ്യപാനവും മയക്കുമരുന്നിന് വിധേയമായവർ മാറട്ടെ. തകർന്ന കുടുംബ ബന്ധങ്ങൾ മാറട്ടെ. ഈശോയെ, നിന്റെ ശക്തി ഒഴുകണമേ. വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ, തിരുസഭയുടെ നാമത്തിൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. പാടിയ അഭിഷേകത്തോടെ അഭിഷേകം ഈശോയെ, നിന്റെ ആത്മാവിനെ അയക്കണമേ. വാടിപ്പോയത് നനയ്ക്കുവാൻ ആത്മാവിനെ അയക്കണമേ. തളർന്നിരിക്കുന്നവരെ ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവമേ, ബിസിനസിന്റെ പുരോഗതി തടസ്സമായി നിൽക്കുന്നവരിലേക്ക് നിന്റെ ശക്തി ഒഴുകിയാലും, അജിത്തിനെയും അരുണിനെയും സഹായിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത മുഖങ്ങളിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ ആഴപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. അജിത്തിനെ പ്രത്യേകം ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച നൂറുകണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇന്ന് ഇവിടെ ആരാധന നടത്താൻ എത്തിയിരിക്കുന്നവരെ, അവരുടെ കുടുംബങ്ങളെ, ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എല്ലാം യേശു നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ കരങ്ങളടിച്ച് എല്ലാവരും ഈശോയെ രൂപത്തിൽ വന്ന അഭിഷേകമായി യേശുവിന്റെ മാമുദീസ വേളയിൽ യേശുവിനെ ബലപ്പെടുത്തി മരുഭൂമിയിലേക്ക് അയച്ച ആത്മാവ് നമ്മുടെ മരുഭൂമി അനുഭവങ്ങളിൽ ശക്തമായി സാന്നിധ്യമായി തീരട്ടെ. എന്റെ ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കട്ടെ. ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചനുഗ്രഹമേകിടേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ
കൃപയൊഴുകട്ടെ. നിന്റെ ആത്മാവിന്റെ അഭിഷേകം നടക്കട്ടെ. സ്വർഗം തുറന്ന് വിടുതലിന് വിധേയമാകട്ടെ. വലിയൊരു അഭിഷേകത്തിന്റെ നിമിഷമാണിത് പ്രിയപ്പെട്ടവരെ. എല്ലാവരും ശുദ്ധമായി ദിവ്യകാരുണ്യത്തെ നോക്കി, ആ കണ്ണുകളിലേക്ക് നോക്കി, ആ തിരുമുറിവ് അണിഞ്ഞ മുഖത്തേക്ക് നോക്കി, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും നിന്റെ കടാക്ഷമേൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൈശാചികമായ പ്രവണതകളും പാപത്തിന്റെ കെട്ടുകളും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ വലിയ വിടുതലിന് വിധേയമാകട്ടെ. ജപ്തിക്ക് വേണ്ടി ജപ്തിയെ തുടർന്ന് മാനസികമായി തകർന്നിരിക്കുന്ന കടബാധ്യത മൂലം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അവിടുത്തെ അരുളപ്പാടുകൾ, അവിടുത്തെ സാന്നിധ്യം ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ ഇടപെടണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഈശോയെ, രക്ഷകനായ ദൈവമേ, ഈ ദിവ്യകാരുണ്യത്തില് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് നീ തന്നെ ഞങ്ങളുടെ നിരന്തരമായ ആരാധനയുടെ അനുഭവത്തെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് വയനാട്ടിലുള്ള തൃക്കേപ്പറ്റ ഈ ദേവാലയത്തിലെ 5 വർഷമായി തുടരുന്ന നിത്യമായ ആരാധനയുടെ ശക്തിയുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ വെളിപാടുകൾ നൽകി, രോഗസൗഖ്യങ്ങൾ നൽകി, തൊഴിൽ നൽകി, ബാധ്യതകൾ മാറ്റി മനുഷ്യരെ നിന്നോട് ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ ഇത്തരത്തിലുള്ള ഒരു ബലിപീഠം ഈ നാട്ടിൽ ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, സൗഖ്യമായി വരണമേ. ദൈവമേരിക്കുന്നതും എസ്തപ്പാനോസിന്റെ അനുഭവത്തിലേക്ക് ശത്രുക്കളോട് ക്ഷമിച്ചുകൊണ്ട് വെറുക്കുന്നവരെ മാറ്റി നിർത്താതെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ. വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ആഗ്രഹിക്കുന്നവരെ മക്കളുടെ മോശമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ജീവിതചര്യ കൊണ്ടും വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവുമുള്ള കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിക്കാൻ സാധിക്കാതിരിക്കുന്ന യുവജനങ്ങളുടെ നിയോഗങ്ങളിലേക്ക് കൃപയൊഴുകട്ടെ കർത്താവേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. നിറയണമേ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് നമുക്ക് അഭിഷേകത്തോടെ പാടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദാവീദ് ആലപിച്ചതുപോലെ നോഹയും അതോടൊപ്പം തന്നെ അബ്രാഹത്തിന്റെ കുടുംബവും ആലപിച്ചതുപോലെ നമുക്ക് മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യത്തെ നോക്കി കരങ്ങൾ യാചനാപൂർവം പിടിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദമായി എല്ലാ അവസ്ഥകളിലേക്കും, ദുരിതപൂർണമായ അവസ്ഥകളിലേക്ക്, മനസ്സ് തകർന്ന അവസ്ഥകളിലേക്ക്, പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും ഈ നിമിഷം ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവനായ ഈശോ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവം കൂടെയായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രശ്നത്തിൽ ഈ രാത്രിയിൽ ഒന്ന് സ്പർശിക്കാം. തകർന്ന മനസ്സുള്ളവര്, ആത്മഹത്യക്കൊരുങ്ങുന്നവര്, വീട് വിടാൻ തീരുമാനിക്കുന്നവര്, കടബാധ്യത മൂലം ഉറക്കം നഷ്ടപ്പെട്ടവര്, മനസ്സ് തകർന്നവര്, മക്കളുടെ ജീവിതത്തെ ആകുലതയോടെ നോക്കിക്കാണുന്നവര്, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധമുള്ള പ്രലോഭനങ്ങൾക്കും മരുഭൂമി അനുഭവങ്ങൾക്കും വിധേയമായി അകാല മരണം സംഭവിച്ച കുടുംബങ്ങൾ, എൻ്റെ അനുജന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൊടണമേ. നിന്നിൽ പരിപൂർണമായി ആശ്രയിക്കുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഈ കരങ്ങളിലൂടെ ആയിരങ്ങൾക്ക് സൗഖ്യവും വിടുതലും കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു.
ഈശോയുടെ ഹൃദയത്തിലേക്ക്, മുറിവിലേക്ക്, ആ മുഖത്തേക്ക് നോക്കി ഈ ദിവ്യകാരുണ്യ അപ്പത്തില് യേശുവിന്റെ മുഖം കണ്ട് നിലവിളിക്കുന്നവരുടെ ഒരു സമൂഹം ഇവിടെയുണ്ട്. ചൊവ്വാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ആരാധനയുടെ സമയത്ത് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന അനുഭവത്തിന് വിധേയമാണ്. നമുക്ക് ഇങ്ങനെ ആലപിക്കാം: നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും മാത്രം മതി എനിക്ക്. ഞാൻ രക്ഷപ്പെടും, എനിക്ക് സൗഖ്യമുണ്ടാകും, ഞാൻ ആനന്ദിക്കും, എനിക്ക് പ്രതീക്ഷയുണ്ടാകും. ഈശോയെ, ഈ ആരാധനയില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരിലേക്ക്, അവരുടെ കുടുംബ പ്രശ്നത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിന്റെ അടഞ്ഞുപോയ യാഥാർത്ഥ്യങ്ങളിലേക്ക് നീ രക്ഷകനായി കടന്നു വരണമേ എന്ന് വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണമേ. കർത്താവേ, കരുണ തോന്നണമേ. നമുക്ക് ആലപിക്കാം ഗായക സംഘത്തോടൊപ്പം: നിന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ അനുഗ്രഹീതമാകും. ശതാധിപൻ വിളിച്ചു പറഞ്ഞതുപോലെ, കനാങ്കാരി സ്ത്രീ പറഞ്ഞതുപോലെ, മുടന്തരും അന്തരുമായവർ പറഞ്ഞതുപോലെ, ഒന്ന് മനസ്സ് വെച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടുന്നതാ. നീ കരം നീട്ടണം. പാടാം: നിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമാകട്ടെ. ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പാടിക്കുക എല്ലാവരും: നിൻ കൃപ മതി എനിക്ക്, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീറുന്ന വേദനയോടെ: ഈശോയെ മതി എനിക്ക്. നിന്റെ കൃപയും കടാക്ഷവും സാന്നിധ്യവും സ്പർശനവും ഉണ്ടെങ്കിൽ ഈ ലോകം ഞാൻ കീഴടക്കും, പ്രശ്നം പരിഹരിക്കപ്പെടും. നിൻ കൃപ മതി എനിക്ക്, ഈശോയെ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈശോയെ മതി എനിക്ക്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ നോയമ്പ് കാലത്ത് ഒരു വിചിന്തനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, വിചിന്തനമാക്കിക്കൊണ്ട്, മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ, കുടുംബത്തിൽ, ഓഫീസിൽ, വിവിധ തലങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, ഉദ്യമങ്ങളിൽ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഈ 41 ദിവസവും ഈ 50 നോയമ്പിന്റെ മുഴുവൻ ദിവസങ്ങളും ധ്യാനിക്കേണ്ട വിഷയമാണ്. 3 പ്രലോഭനങ്ങൾ. അതിനു മുമ്പ് മാമുദീസായുടെ സമയത്ത് വചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാനിൽ നിന്നും മാമുദീസ സ്വീകരിക്കുന്ന രക്ഷകനും നാഥനും സൃഷ്ടാവുമായ ദൈവം ആ സമയത്ത് നമ്മളെല്ലാവരും മനസ്സിൽ ധ്യാനിക്കേണ്ടതും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതുമായ ഒരു ചിന്തയാണ്. യോഹന്നാൻ സൃഷ്ടിയാണ്, ഒരു മനുഷ്യനാണ്, പ്രവാചകനാണ്, മരുഭൂമിയിലെ ജീവിതം കൊണ്ട് കരുത്താർജിച്ച മനുഷ്യനാണ്. ജീവിതം മുഴുവൻ തപനിഷ്ഠയിൽ ജീവിച്ചതാണ്, മരുഭൂമിയിൽ ഉരുകിത്തീർന്നതാണ്. ആ താപസ്സന്റെ ജീവിതം ആയിരങ്ങൾക്കന്ന് 100 കണക്കിന് മനുഷ്യർക്ക് വെളിച്ചം കൊടുത്തു.
ജലം കൊണ്ടും ആത്മാവിനാലും ശുദ്ധീകരിക്കപ്പെടാൻ ആഹ്വാനം ചെയ്തു. തിന്മ വിട്ടുപോകാൻ ഹെറോദോസിനോട് ധീരമായി പ്രഘോഷിച്ചു. ആയതിനാൽ ഒരു തളികയിൽ തല കൊടുക്കേണ്ടി വന്നു. ആരുടെ മുമ്പിലും മരുഭൂമിയിൽ ഉരുകിത്തീർന്ന ജ്വലിച്ചുയർന്ന ആ ഒരു ശബ്ദം തളികയിൽ നിശബ്ദമായില്ല. അതിങ്ങനെ മനുഷ്യഹൃദയങ്ങളിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടുകൊണ്ടിരുന്നു. തിന്മയ്ക്കെതിരെയുള്ള ആ ഒരു യുദ്ധം നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തില് നമ്മുടെ കുടുംബത്തിലും സൊസൈറ്റിയിലും രാഷ്ട്രീയ സംവിധാനങ്ങളിലും സഭയിലും പ്രവാചക ശബ്ദം മുഴക്കുവാനും വിളിച്ചു പറയുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ആദ്യം അതിനു മുമ്പ് തന്നെ തിരുവചനമാകുന്ന ആ വാളെടുക്കാൻ നമുക്ക് പറ്റണം. അത് കരുത്താർജിക്കണം മരുഭൂമിയിൽ. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാന്റെ മുമ്പിലാണ് ഈശോ സാധാരണ മനുഷ്യനെ പോലെ മാമുദീസായ്ക്ക് വേണ്ടി തലകുനിച്ചത്. പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ഞാൻ ചെയ്യില്ല യോഹന്നാൻ, നീ എനിക്ക് മാമുദീസ നൽകേണ്ടതാണ്. കർത്താവ് പറയുന്നുണ്ട്, ഇതെല്ലാ നിയമവും പൂർത്തീകരിക്കുക, നാം നീതീകരിക്കുക. ഇത് നീതീകരണമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മാമുദീസായുടെ സമയത്ത് ത്രിയേക ദൈവം ഒരുപോലെ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. വെളിപാടുകൾ നൽകി, പ്രത്യക്ഷീകരണം നൽകി. ഇതാണ് പുതിയ നിയമത്തിന്റെ ആരംഭമെന്ന് പിതാക്കന്മാർ വിളിക്കുന്നുണ്ട്. രക്ഷാകര ചരിത്രത്തിൽ രണ്ടാമതായിട്ട് ത്രിയേക ദൈവം വെളിപാട് നൽകിയത് യേശുവിന്റെ മാമുദീസാ വേളയിൽ. ഇങ്ങനെയൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ആ സമയത്ത് വെളിപാട് നൽകി? എന്തുകൊണ്ട് ത്രിയേക ദൈവം ഈ ഭൂമിയിൽ ഒരുമിച്ച് സംഗമിച്ചു? ഉത്തരം ഇതാണ്. ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സൃഷ്ടാവിന് തലകുനിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്നതുകൊണ്ടാണ് ത്രിയേക ദൈവത്തിന്റെ വെളിപാട് നൽകിയത്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അനുവാദത്തിന് വേണ്ടി കരംകുപ്പി നിൽക്കുന്ന ഗബ്രിയേൽ ദൂതന്റെ ആ ഒരു എളിമ നിറഞ്ഞ അവസ്ഥയിലാണ് മനുഷ്യാവതാരം ഉദരത്തിൽ സംഭവിച്ചതും മനസ്സിൽ നിറഞ്ഞതും. ഈശോ ആത്മാവിനാൽ നയിക്കപ്പെട്ടു പോയതും മരുഭൂമിയിലേക്ക്. യേശുവിന്റെ പിന്നീടുള്ള ജീവിതം മുഴുവനും കരുത്താർജിക്കുന്ന ജീവിതമായിരുന്നു. നിഷ്ഠയുള്ള ജീവിതചര്യയായിരുന്നു. ഉപവാസമായിരുന്നു. പ്രാർത്ഥനയായിരുന്നു. ആകാശത്തേക്ക് നോക്കി നിലവിളിയായിരുന്നു. ആബാ പിതാവേ എന്ന് ഡിസേൺമെന്റിന്റെ സമയമായിരുന്നു. മരുഭൂമി വാസം നന്മതിന്മകളെ നന്മയിൽ വളരാനും തിന്മയെ ആട്ടിപ്പായിക്കുന്ന നിമിഷങ്ങളായിരുന്നു. സ്വയ അവബോധത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഉത്തരവാദിത്വ ബോധത്തിന്റെ നിമിഷങ്ങളായിരുന്നു മരുഭൂമി വാസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ 41 ദിവസം അല്ലെങ്കിൽ ഈ 50 നോയമ്പിലെ ഓരോ ദിനരാത്രങ്ങളും 3 കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. ഒന്ന്, ഞാൻ ആരാണ് എന്നുള്ള അവബോധത്തിൽ വളരാൻ. ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എന്റെ ഉത്തരവാദിത്വം എന്താണ്? കുടുംബത്തിലും സൊസൈറ്റിയിലും എന്റെ പ്രവാചക ശബ്ദം എന്താണ്? ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാണ്? എന്റെ കർമ്മമണ്ഡലത്തിലെ ബോധം, മറ്റുള്ളവരോടുള്ള എന്റെ സമീപനം, തന്നോട് തന്നെയുള്ള നിഷ്ഠയായ ജീവിതം, അപരനോടും തന്നോട് തന്നെയും ദൈവത്തോടും എന്റെ സമീപനവും കടപ്പാടും ആഴമായ വിധത്തിൽ തിരിച്ചറിയുവാനും നോയമ്പിന്റെ തപശ്ചര്യയില് കരുത്താർജിക്കാനുമുള്ള ഒരു ദിനമാണ്. ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടതും അതിനുവേണ്ടിയാണ്. പിന്നീട് നമുക്കറിയാം, യോർദാൻ നദിയിൽ കിട്ടിയ വെളിപാട് മരുഭൂമിയിൽ കത്തിജ്വലിച്ചു. അത്
ഗലീലയിലെ പരസ്യ ജീവിതത്തിൽ രക്ഷകനായി വളർന്നു വന്നു. 3 തലങ്ങളാണ് യേശുവിന്റെ ജീവിതത്തിലുള്ളത്. വെളിപാട് കരുത്താർജിക്കുന്നിടം മരുഭൂമി, പിന്നീട് ഗലീലയില് എല്ലാവരെയും സ്വീകരിക്കുന്ന രക്ഷകനായി തീർന്നു. ഇത് മരുഭൂമിയിലെ അനുഭവത്തിന് വിധേയമാണ്. നമ്മുടെയും ജീവിതത്തിൽ തപസ്സുകാലം പ്രായശ്ചിത്തത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനമാക്കി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദത്തിന് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും കർത്താവേ കരുണ തോന്നണമേ, അഭിഷേകം തന്നറിയണമേ, തിരുവചന ശക്തി ഒഴുകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവിന്റെ സ്പർശനത്തിന് വേണ്ടി എല്ലാവിധ ബന്ധനങ്ങളുടെയും കെട്ടുകളടിയട്ടെ. വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ നിങ്ങളെയും എന്നെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികൾ, കടബാധ്യതയുടെ ശക്തികൾ, അസ്വസ്ഥതയുടെയും നിരാശയുടെയും കുടുംബത്തെയും ജീവിതത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും, എന്റെ ശുശ്രൂഷയുടെ ബന്ധനങ്ങളും വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു. പൈശാചികത വിട്ടുപോകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആശീർവാദത്തിന് ഒരുങ്ങാം. ഈ ആരാധന മാത്രം എനിക്ക് ആശ്വാസം എന്ന ഈരടി പാടി ആശീർവാദം സ്വീകരിക്കാം ഭക്തിയോടെ. ആരാധന മാത്രമെനിക്കാശ്വാസം. പാടിക്കേ. എന്റെ ഈശോയേ, ഈ ആരാധന മാത്രമെനിക്കാശ്വാസം. ഈ ബലിപീഠം മാത്രം എനിക്ക് അഭയം. എന്റെ ഈശോയേ, അഭിഷേകത്തോടെ ഈശോ ഇറങ്ങി വരുന്ന അനുഭവമാണ് ഇപ്പോഴ്. സ്വർഗം തുറന്ന് മാലാഖമാരോട് കൂടെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ ഒന്ന് തൊടാതെ നീ പോകരുതേ എന്ന് പറയണം. യാക്കോബ് വിളിച്ചു പറഞ്ഞതുപോലെ എന്റെ പ്രശ്നത്തിൽ നീ ഈ രാത്രിയിൽ ഇടപെടണമേ എന്ന്. എന്റെ മക്കളുടെ ജീവിത പ്രശ്നത്തിൽ നീ ശക്തമായി ഇറങ്ങണമേ എന്ന് അമ്മയോടൊപ്പം ദൈവദൂതന്മാരോടൊപ്പം ഈ ബലിപീഠം മാത്രം എനിക്ക് അഭയം. ശക്തി ഒഴുകണമേ. ഈ ബലിപീഠം മാത്രമെനിക്കഭയം. ആശീർവാദത്തിന് നമുക്ക് ഒരുങ്ങാം. കുമ്പിട്ട് കിടന്ന് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നോ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും